ഒരിടത്ത് ഒരു പാവപ്പെട്ട വൃദ്ധനുണ്ടായിരുന്നു. ഇദ്ദേഹം ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയല്ല. അദ്ദേഹത്തിന് ഒരു പട്ടിയും ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ചെറിയ കുടിലിൽ അങ്ങനെ ജീവിച്ചു വന്നു. ഈ വൃദ്ധൻ പുറത്തൊക്കെ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അരി വാങ്ങി കഞ്ഞി വെച്ച് ഇവർ 3 പേരും കൂടെ കഴിക്കും. വൃദ്ധനും പട്ടിയും പൂച്ചയും കൂടെ. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വരുമായിരുന്നു. വൃദ്ധനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് അവനിങ്ങനെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വൃദ്ധൻ വൈകിട്ട് കഞ്ഞി വെച്ച് വിളമ്പി കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വാതിലൊരു മുട്ട് കേട്ടത്. ചെന്നപ്പോൾ വളരെ ക്ഷീണിച്ച ഒരു യാത്രികനായിരുന്നു അത്. നല്ല പ്രായമുള്ള ഒരു യാത്രക്കാരൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് നേരമായിട്ട് നടക്കുകയാണ്, ഞാൻ വല്ലാതെ ക്ഷീണിച്ചു, എനിക്ക് വിശ്രമിക്കാൻ ഒരിടം തരാമോ? അപ്പോൾ നമ്മുടെ വൃദ്ധൻ പറഞ്ഞു, അതിനെന്താ, അകത്ത് കയറി വരൂ. അങ്ങനെ ഈ യാത്രക്കാരനായ വൃദ്ധനെ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്തായാലും കഞ്ഞി കുടിക്കാൻ ഒരുങ്ങുമായിരുന്നല്ലോ, അപ്പോൾ അതിഥിക്ക് വിളമ്പണം, അതാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് അദ്ദേഹം ഈ അതിഥിയോട് കഞ്ഞി കുടിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അതിഥി പറഞ്ഞു, അയ്യോ, ഞാൻ വളരെയധികം വിശന്നിരിക്കുകയായിരുന്നു, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് കരുതിയിരിക്കുകയായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, അതിനെന്താ, ഇരിക്കൂ, ഞാൻ കഞ്ഞി തരാം. അങ്ങനെ ഈ അതിഥിക്ക് ഈ വൃദ്ധൻ കഞ്ഞി വിളമ്പി. ആദ്യം തൻ്റെ പങ്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല എന്ന് കണ്ട് പട്ടിയുടെ പങ്ക് കൊടുത്തു, പിന്നെ പൂച്ചയുടെ പങ്കും കൊടുത്തു. അങ്ങനെ 3 പേരുടെ പങ്കും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിഥിക്ക് വയറ് നിറഞ്ഞത്. അദ്ദേഹം തൃപ്തിയോടെ എഴുന്നേറ്റു, കൈ കഴുകി, എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ ഇത്തിരി ഇടം തരണം. അതിനെന്താ എന്ന് പറഞ്ഞിട്ട് വൃദ്ധൻ അതിഥിക്ക് ഉറങ്ങാനും ഇടം കൊടുത്തു. അന്ന് അവർ 3 പേരും പട്ടിണിയായിരുന്നു, നമ്മുടെ വൃദ്ധനും പട്ടിയും പൂച്ചയും. രാവിലെ ആയപ്പോൾ 3 പേർക്ക് നല്ല വിശപ്പ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, അന്ന് പണി എന്തെങ്കിലും കിട്ടിയാലേ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. എന്തായാലും അതിഥി അപ്പോഴത്തേക്ക് പോകാനിറങ്ങി. അദ്ദേഹം വൃദ്ധനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് വളരെ നന്നായിട്ട് പെരുമാറി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. അപ്പോൾ പട്ടിയും പൂച്ചയും വിചാരിച്ച് ഇപ്പോൾ ഇത്തിരി പണം കിട്ടും, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അപ്പം വേഗം പോയി അരി വാങ്ങിക്കൊണ്ട് വന്ന് കഞ്ഞി വെക്കും, ഞങ്ങൾക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാം. അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഈ അതിഥി തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഒരു ചെറിയ ശംഖാണ് എടുത്തത്. ആ ശംഖെടുത്ത് ഈ വൃദ്ധനെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭക്ഷണം നല്ല രുചികരമായിരുന്നു, എന്നാലും ഇന്ന് മുതൽ നിങ്ങൾ കഞ്ഞി വെക്കുമ്പോൾ ആ കഞ്ഞിയുടെ വെള്ളത്തിൽ ഈ ശംഖും കൂടി ഇടണം, എന്നിട്ട് കഞ്ഞി വെച്ചാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം കിട്ടും. ഇതും പറഞ്ഞിട്ട് ഈ അതിഥി അങ്ങ് പോയി. പൂച്ചയ്ക്കും പട്ടിക്കും ഇത്തിരി നിരാശ വന്നു, അയ്യോ, പൈസയൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൂപ്പന് അരി വാങ്ങിയില്ലല്ലോ. എന്തായാലും അന്ന് വൃദ്ധൻ വീണ്ടും ജോലിക്ക് പോയി. അദ്ദേഹത്തിന് കുറച്ച് പണം കിട്ടി, അതുകൊണ്ട് കുറച്ച് അരിയും ഉപ്പും മുളകും ഒക്കെ അദ്ദേഹം വാങ്ങി വന്നു. സ്ഥിരമായിട്ട് അതുതന്നെയാണ് ഭക്ഷണം, കഞ്ഞിയും ചമ്മന്തി. അങ്ങനെ വൈകുന്നേരം വൃദ്ധൻ അരി വെക്കാൻ നേരത്ത് ഓർത്തു, അയ്യോ, രാവിലത്തെ അതിഥി ഒരു ശംഖ് തന്നായിരുന്നു, ആ ശംഖ് ഈ അരിക്കലത്തിലൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ അദ്ദേഹം ഈ ശംഖ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഞ്ഞി വെക്കുന്ന കലത്തിലിട്ടു. പക്ഷേ ഈ ശംഖ് വെള്ളത്തിലിട്ട് വെള്ളം അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഹൃദ്യമായൊരു മണം പരന്നു, വളരെ മനോഹരമായൊരു മണം. അത് മൂക്കിലേക്ക് അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ വൃദ്ധൻ വിചാരിച്ചു, അയ്യോ, കൊള്ളാലോ, നല്ല മണം കിട്ടുന്നൊരു ശംഖാണല്ലോ ഇത്, ചിലപ്പോൾ രുചിയും കൂടുമായിരിക്കും. അങ്ങനെ അദ്ദേഹം കഞ്ഞി ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ മുന്നിലെ വഴി കൂടെ നടന്നു പോയ അയൽക്കാരൻ ഒരു പശുവിനെ കൊണ്ട് പോകായിരുന്നു. അദ്ദേഹം പശുവിനെ അവിടെ കെട്ടിയിട്ട് അകത്തോട്ട് കയറി വരുന്നു. അദ്ദേഹം അപ്പൂപ്പനോട് ചോദിച്ചു, നല്ല മണം വരുന്നല്ലോ, എന്താ ഈ മണം വരുന്നത്? അപ്പൂപ്പൻ പറഞ്ഞു, ഞാൻ കഞ്ഞി വെക്കുക, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞിന്ന് വരുന്ന മണമാണ്. അപ്പോൾ അയൽക്കാരൻ ഈ മണവും പിടിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ഉണ്ട് മുന്നിലൂടെ പുല്ലരിയാൻ പോയൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പുല്ലിൻ്റെ കെട്ടൊക്കെ അവരിട്ട് കയറി വരുന്നു. അവർ പറഞ്ഞു, നല്ല മണം വരുന്നല്ലോ അപ്പൂപ്പ, എന്തായി മണം വരുന്നത്? അപ്പൂപ്പ പറഞ്ഞ്, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കഞ്ഞി വെക്കുന്ന മണമാണ് വരുന്നത്. അവരും അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് തൊട്ട് പിന്നിലെ വീട്ടിലെ ഒരു കറവക്കാരനുണ്ടായിരുന്നു. ഇയാൾ ഇതാ കയറി വരുന്നു. അയാൾ ചോദിച്ചു, അപ്പൂപ്പ, കുറേ നേരം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് നല്ല മണം വരുന്നല്ലോ, എന്ത് മണമാണ് വരുന്നത്? അപ്പൂപ്പൻ പറഞ്ഞു, ഞാൻ കഞ്ഞി വെക്കുന്ന മണമാണ് വരുന്നത്, അല്ല ഒന്നുമില്ല. അയാൾ പറഞ്ഞു, എന്തായാലും നല്ല മണം. ഇങ്ങനെ 3-4 പേര് അവിടെ വന്ന് ഇരിപ്പായി, കഞ്ഞിയുടെ മണവും പിടിച്ച്. അപ്പൂപ്പനാകെ വിഷമമായി, കുറച്ച് അരിയേ ഉള്ളൂ, ഇവർക്കെല്ലാവർക്കും കൂടി എങ്ങനെ കൊടുക്കും? എന്തായാലും അപ്പൂപ്പൻ കഞ്ഞി ഇറക്കി താഴെ വെച്ചു. പൂച്ചയ്ക്കും പട്ടിക്കും സങ്കടം സഹിക്ക വയ്യ. 3-4 പേര് കഞ്ഞിയുടെ മണവും പിടിച്ചിരിപ്പുണ്ട്. അപ്പൂപ്പൻ്റെ സ്വഭാവം അനുസരിച്ച് അപ്പൂപ്പൻ ഇവർക്കെല്ലാം കഞ്ഞി കൊടുക്കും. ഇനി ഞങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും അപ്പൂപ്പൻ ഓരോ പാത്രം എടുത്ത് ഈ വന്ന ആൾക്കാരെല്ലാം മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, കുറച്ച് കഞ്ഞിയുള്ളൂ, നമുക്കെല്ലാവർക്കും കൂടെ കുടിക്കാം. എന്നിട്ട് അപ്പൂപ്പൻ ഇവർക്കെല്ലാം കഞ്ഞി വിളമ്പി കൊടുത്തു. പൂച്ചയും പട്ടി നോക്കിയിരിക്കുകയാണ്. അവർക്കറിയാം, ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ ഞങ്ങൾക്ക് തരും, അത് കഴിഞ്ഞ് അപ്പൂപ്പൻ കഴിക്കും. മിക്കവാറും അപ്പൂപ്പൻ ഇന്ന് പട്ടിണിയായിരിക്കും, ഞങ്ങളും പട്ടിണിയായിരിക്കും. വന്ന ആൾക്കാർ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, എന്തൊരു രുചിയാണ് അപ്പൂപ്പ,
ഇത്ര രുചിയുള്ള കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടേ ഇല്ല. ഈ കഞ്ഞിക്ക് കറിയൊന്നും വേണ്ട, അത്രയ്ക്ക് രുചി. അപ്പോൾ അപ്പൂപ്പൻ കഞ്ഞിയിലെ കുറച്ചെടുത്ത് കയ്യിലോട്ടൊന്ന് ഒഴിച്ച് രുചി നോക്കി. ഭയങ്കര രുചി, ഇത് കഞ്ഞിയാണെന്ന് തോന്നില്ല, അമൃതാന്ന് തോന്നും, അതുപോലെ രുചി. എന്തായാലും വന്ന ആൾക്കാരൊക്കെ പിന്നെയും കഞ്ഞി വേണമെന്നും പറഞ്ഞിരിക്കുക. അപ്പൂപ്പൻ പിന്നെ ഒഴിച്ചു കൊടുത്തു. അവർ പിന്നെയും കുടിച്ചു. വീണ്ടും ഇരിക്കുന്നു. അപ്പൂപ്പൻ പിന്നെ ഒഴിച്ചു കൊടുത്തു. ഇടയ്ക്ക് അപ്പൂപ്പൻ കാലത്തിലോട്ടൊന്ന് പാല് നോക്കി, തികയുമോ? നോക്കുമ്പോൾ വെച്ച കഞ്ഞി അതുപോലുണ്ട്. പിന്നെയും ആൾക്കാർക്ക് കൊടുക്കാനും ഉണ്ട്. ഇതൊരു മാന്ത്രിക ശങ്കാണെന്ന് അപ്പൂപ്പന് മനസ്സിലായി. ആൾക്കാരൊക്കെ കഞ്ഞി കുടിച്ച് പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ പൂച്ചയ്ക്കും പട്ടിക്കും കഞ്ഞി കൊടുത്തു. അപ്പൂപ്പനും കുടിച്ചു. അങ്ങനെ അന്ന് 3 പേരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞി തീർന്നു. ശരിക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടാണ് കഞ്ഞി തീർന്നത്. അപ്പൂപ്പൻ കലം കഴുകി ഉണക്കാൻ വെച്ചു. പിറ്റേന്ന് രാവിലെ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന അരി വെച്ച് കഞ്ഞി വെച്ചു. ശങ്കിട്ടു. നല്ല മണം. കഴിഞ്ഞ ദിവസം കഞ്ഞി കുടിച്ച ആൾക്കാർ അവരുടെ വീട്ടുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കാൻ വന്നു. അപ്പൂപ്പൻ അവർക്കെല്ലാം കഞ്ഞി കൊടുത്തു. പോകാൻ നേരത്ത് അവർ വിചാരിച്ചു, പാവപ്പെട്ട അപ്പൂപ്പൻ, അയാൾക്ക് ജോലി ചെയ്യാൻ പോലും വയ്യ, അങ്ങനെ ഉണ്ടാക്കുന്ന അരിയാണ് ഞങ്ങൾക്ക് കഞ്ഞി തരുന്നത്, അപ്പൂപ്പൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അതുകൊണ്ട് അവർ അപ്പൂപ്പന് കുറച്ച് അരിയോ നെല്ലോ തേങ്ങയോ ഒക്കെ കൊടുത്തു. അങ്ങനെ ഇത് പതിവായി. അപ്പൂപ്പൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നു. അവർ അപ്പൂപ്പന് പണമായിട്ടോ സാധനങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൂപ്പൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വരുന്നവർക്കൊക്കെ കഞ്ഞി കൊടുത്തു. അങ്ങനെ അപ്പൂപ്പൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് മെച്ചപ്പെട്ടു. പൂച്ചയും പട്ടിയാണെങ്കിൽ കുറച്ച് തടിച്ച് കൊഴുത്തു. വരുന്ന ആൾക്കാർക്കൊക്കെ വയറ് നിറച്ച് കഞ്ഞിയും കിട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പൂപ്പൻ്റെ വീട്ടിൽ കുറേ യാത്രക്കാർ വന്നു. അവർ കുറേ ദൂരെ യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന വഴിക്ക് ഈ അപ്പൂപ്പൻ്റെ വീട്ടിൽ നല്ല രുചികരമായ കഞ്ഞി കിട്ടുമെന്ന് അറിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ വന്നതാണ്. അവർ വന്ന് കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. അവരാ പാത്രം കാണിച്ചിട്ട് അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പൻ ഞങ്ങൾക്ക് ഇനി കുറേ ദൂരം കൂടെ യാത്ര ചെയ്യാനുണ്ട്, കുറച്ച് കഞ്ഞി തരാമോ, ഞങ്ങൾക്ക് വഴി കഴിക്കാനാണ്. അപ്പം പറഞ്ഞു, അതിനെന്താ, ഞാൻ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കുറേ കഞ്ഞി കോരി കൊടുത്തു. അവർ പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ കഞ്ഞി പിന്നെയും വിളമ്പി കുറേ പേർക്കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്പൂപ്പന് കുടിക്കാൻ നേരം നോക്കിയപ്പോൾ പാത്രത്തിൽ കഞ്ഞിയില്ല. പട്ടിയും പൂച്ചയും നോക്കി, നേരെ കഞ്ഞിയില്ല. അപ്പൂപ്പൻ കാലത്തിലെടുത്ത് ആ വീട്ടിളക്കി നോക്കിയപ്പോൾ ശംഖ് പോയിരിക്കുന്നു. ആ യാത്രക്കാർ വന്നപ്പോൾ അവരുടെ പാത്രത്തിലേക്ക് കഞ്ഞി അപ്പൂപ്പനെ എടുത്തു കൊടുത്തപ്പോൾ ആ ശംഖ് അതിൽ വീണുപോയി. അപ്പൂപ്പനാകെ വിഷമായിപ്പോയി. അപ്പൂപ്പൻ വേഗം ആ യാത്രക്കാർ പോയ വഴി ഓടാൻ തുടങ്ങി. പുറകെ പട്ടിയും പോയി. പട്ടി അപ്പൂപ്പനും കൂടെ കുറേ ദൂരം ഓടിപ്പോയി നോക്കിയിട്ടെങ്ങും ആരെയും കണ്ടില്ല. അവർ നേരത്തെ പോയി കഴിഞ്ഞു. അപ്പൂപ്പൻ കുറച്ച് നേരം കഴിഞ്ഞില്ലേ ശ്രദ്ധിച്ചത്. അപ്പോഴത്തേക്ക് യാത്രക്കാർ പോയി കഴിഞ്ഞു. അപ്പൂപ്പനാകെ വിഷമായിപ്പോയി. അപ്പൂപ്പനും പട്ടിയും കൂടെ തിരിച്ചു വന്നപ്പോൾ പൂച്ച പട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോയതാ? ആ യാത്രക്കാർ അപ്പൂപ്പന് പൈസ കൊടുക്കാതാണോ പോയത്? അപ്പോൾ പട്ടി ചോദിച്ചു, അപ്പൂപ്പൻ എന്തെങ്കിലും ഒരു കാലത്ത് പൈസ വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പിന്നാലെ ഓടുന്നത് നീ കണ്ടിട്ടുണ്ടോ? പൈസയല്ല പോയത്, നമ്മുടെ ശങ്കാ പോയത്. പട്ടിക്കും പൂച്ചയ്ക്കും ഭയങ്കര വിഷമമായിപ്പോയി. പിറ്റേന്ന് അപ്പൂപ്പന് ആർക്കും കഞ്ഞി വെച്ചില്ല. വീട്ടിൽ നിന്ന് മണം വരാഞ്ഞുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നില്ല. വന്നവർക്കൊക്കെ സാധാരണ കഞ്ഞി അപ്പൂപ്പൻ കൊടുത്തു. അവർക്കാർക്കും ആ കഞ്ഞിയോട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് വരാതായി. അപ്പൂപ്പനാണെങ്കിൽ എപ്പോഴും ശംഖിൻ്റെ കാര്യം പറഞ്ഞ് കിടന്ന് കരച്ചിലാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു, ഈ അപ്പൂപ്പൻ എന്താ എപ്പോഴും ഈ ശംഖിൻ്റെ കാര്യം പറയുന്നത്, ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, ചിലപ്പം പ്രായമായതല്ലേ, ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. അങ്ങനെ ആൾക്കാരൊക്കെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വരാതായി. നേരത്തെ ആൾക്കാർ കൊടുത്തിരുന്ന പണവും സാധനങ്ങളും ഒക്കെ കൊണ്ട് അപ്പൂപ്പനും പൂച്ചയും പട്ടിയും കുറച്ച് കാലത്തൊക്കെ ഭക്ഷണം കഴിച്ചെങ്കിലും പിന്നീട് അതൊക്കെ തീർന്നു. അവരുടെ കയ്യിലൊന്നും ഇല്ലാതായി. അപ്പൂപ്പൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. ജോലിക്ക് പോയപ്പോഴും അപ്പൂപ്പന് വലിയ പണമൊന്നും കിട്ടുന്നൊന്നുമില്ല. കൂടുതൽ പ്രായമായല്ലോ, നേരത്തേക്കാളിലും കൂടുതൽ പ്രായമായി. മാത്രമല്ല അപ്പൂപ്പന് ബുദ്ധിക്ക് സ്ഥിരമല്ല. അപ്പൂപ്പൻ പിച്ചും പെയ്യും ഒക്കെ പറയുന്നെന്ന് നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ട്. അത് കാരണം ആൾക്കാർ അപ്പൂപ്പന് ജോലി കൊടുക്കാനും മടിച്ചു. അപ്പോൾ അപ്പൂപ്പൻ്റെ കാര്യം ആകെ കഷ്ടത്തിലായപ്പം പൂച്ചയും പട്ടിയും കൂടെ വിചാരിച്ച് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും ഈ ശംഖ് കണ്ടുപിടിക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ശംഖ് അന്വേഷിച്ചിറങ്ങി. കുറേ ദൂരം രണ്ടുപേരും കൂടെ പോയപ്പോൾ ഒരു നദി കണ്ടു. അപ്പോൾ പട്ടി പറഞ്ഞു, അന്ന് അപ്പൂപ്പനും ഞാനും കൂടെ നാട് മൊത്തം ഓടി നോക്കിയിട്ട് ഇവരെ കണ്ടില്ല. കാരണം ഈ യാത്രക്കാർ ചിലപ്പം കടന്ന് പോയി കഴിഞ്ഞ് കാണും. അവർ നദി കടന്നുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഓടി ഇവിടെയൊക്കെ നോക്കിയിട്ട് കാണാഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നദി കടന്ന് അക്കരെ പോയി നോക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരുടെ നദി കടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പൂച്ചയ്ക്ക് നീന്താൻ അറിഞ്ഞുകൂടാ. പട്ടി പറഞ്ഞ്, സാരമില്ല, ഞാൻ നീന്താം, നീ എൻ്റെ പുറത്തിരുന്നാൽ മതി. അങ്ങനെ ഈ പട്ടി പൂച്ചയെ പുറത്തിരുത്തി നീന്തി അക്കരെ പോയി. എന്നിട്ട് അവിടെ എല്ലാം അന്വേഷിച്ച് നടന്നു. പട്ടി ഇങ്ങനെ മണം പിടിച്ചാൽ പോകുന്നത്. പഴയ കഞ്ഞിയുടെ മണം പട്ടിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കഞ്ഞിയുടെ മണം പോലെ എന്തോ ഒരു മണം എവിടുന്നോ വരുന്നതായിട്ട് പട്ടിക്ക് തോന്നി. അവനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു വീടിനകത്തുനിന്നേ മണം വരുന്ന ഒരു ചെറിയ വീട്. എന്നിട്ട് ഈ പൂച്ചയും പട്ടിയും കൂടി ഈ വീടിനകത്ത് കയറി നോക്കിയപ്പം ആ വീടിനകത്ത് ഒരു മുറിയിൽ കുറേ പെട്ടികളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. തടിപ്പെട്ടികൾ, തുണിയും സാധനങ്ങളൊക്കെ വെക്കുന്ന പെട്ടികളാണ്. ആ ഒരു പെട്ടിക്കകത്തു നിന്നാണ് ഈ മണം വരുന്നത്.
അപ്പോൾ പട്ടി പറഞ്ഞതാ ഈ പെട്ടിക്കകത്ത് നമ്മുടെ ശംഖുണ്ട്, ഇതെങ്ങനെയെങ്കിലും എടുക്കണം. പൂച്ച പറഞ്ഞ് നമ്മളെങ്ങനെ എടുക്കും? ആ പെട്ടി തന്നെ വലിയൊരു പെട്ടിയാണ്, അതിൻ്റെ മേളിൽ 2-3 ചെറിയ പെട്ടികളും കൂടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഈ പെട്ടി നമ്മൾ തുറക്കാൻ. ഇതെങ്ങനെ തുറക്കും? അങ്ങനെ അവർ രണ്ടും കൂടെ ആലോചിച്ചിരുന്നപ്പോൾ ഉണ്ട് ആ വീടിൻ്റെ മൂലയിൽ നിന്ന് ഒരു എലി ഇങ്ങനെ എത്തി നോക്കുന്നു. പൂച്ച ഒറ്റ ചാട്ടത്തിന് എലിയെ പിടിച്ചു. അപ്പോൾ എലി പറഞ്ഞു, അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് വീടും കുടുംബമൊക്കെ ഉള്ള, എനിക്ക് മക്കളെന്നെ നോക്കിയിരിക്കുക. പൂച്ച പറഞ്ഞു, എനിക്ക് നിന്നെ കൊല്ലണമെന്നൊന്നുമില്ല, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരാണെങ്കിൽ ഞാൻ നിന്നെ വിടാം. അപ്പോൾ എലി ചോദിച്ചു, എന്തുപകാരം ഞാൻ ചെയ്തു തരണ്ടേ? പൂച്ച പറഞ്ഞു, ദാ ഈ പെട്ടിയുണ്ടല്ലോ, ഈ പെട്ടി കരണ്ട്, ഇതിനകത്തൊരു ശംഖിരിപ്പുണ്ട്, അതെനിക്ക് എടുത്തു തരണം. അങ്ങനെ എലിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പെട്ടി കരണ്ട് മുറിക്കാൻ തുടങ്ങി. പൂച്ചയും പട്ടിയും കൂടെ അവിടെ കാത്തിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആരോ വരുന്ന ശബ്ദം കേൾക്കാം. വീട്ടുകാർ തിരിച്ചു വരികയാണ്, അവരെവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പൂച്ച പറഞ്ഞു, വേഗം വേഗം ചെയ്യുക, അല്ലെങ്കിൽ നിന്നെ ഇപ്പം ഞങ്ങൾ പിടിക്കും. അപ്പോൾ എലി വേഗം 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 മുറിക്കാൻ തുടങ്ങി. വീട്ടുകാർ വന്ന് വാതിൽ തുറന്നപ്പോഴേക്കും എലി പെട്ടി മുറിച്ച് കഴിഞ്ഞു. പൂച്ചയാണെങ്കിൽ ചാടി ശംഖ് കൈക്കലാക്കി. വീടിനകത്ത് പൂച്ചയും പട്ടിയും കണ്ടപ്പോഴേക്കും വീട്ടുകാർ വലിയ വടിയൊക്കെ എടുത്തുകൊണ്ട് ഓടി വന്നു. പക്ഷേ ഇവർ ഈ ശംഖും കൊണ്ട് ഓടാൻ തുടങ്ങി. ആ വീട്ടുകാരും അയൽപക്കക്കാരും ഒക്കെ ഇവരുടെ പിന്നാലെ ഓടി വന്നു. പക്ഷേ അവർ നിൽക്കാതെ ഓടി നദിയുടെ കരയിലെത്തി. എന്നിട്ട് വേഗം പട്ടി വെള്ളത്തിൽ ചാടി. പൂച്ച പട്ടിയുടെ മേലെ കയറിയിരുന്നു. അതിൻ്റെ ശംഖ് കടിച്ചു പിടിച്ചു. ഇവരിങ്ങനെ മുന്നോട്ട് നീന്തി പോകും. അപ്പം നദിയുടെ കരയിൽ കുറേ പിള്ളേർ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഇവർ നോക്കുമ്പോൾ ഒരു പട്ടി നീന്തിപ്പോകുന്നു. പട്ടിയുടെ പുറത്തൊരു പൂച്ച ഇരിക്കുന്നു. പൂച്ചയുടെ വായിലൊരു ശംഖിരിക്കുന്നു. ഇവരെല്ലാവരും കൂടെ ഇവരെ കളിയാക്കി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ പൂച്ചയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ദേഷ്യം വന്ന പൂച്ച ഈ പിള്ളേരെ നോക്കിയിട്ട് മ്യാവുന്നൊന്ന് ഉറക്കെ കരഞ്ഞു. അപ്പോൾ പൂച്ചയുടെ വായിലിരുന്ന ശംഖ് വെള്ളത്തിൽ പോയി. പൂച്ചയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് കണ്ടുകൊണ്ട് പട്ടി വേഗം വെള്ളത്തിലേക്ക് മുങ്ങി. അപ്പോൾ പൂച്ച വെള്ളത്തിൽ വീണു. പൂച്ചയ്ക്കാണെങ്കിൽ നീന്തൽ അറിയത്തില്ല. അവൻ ഒരു വിധത്തിൽ കരയിൽ കയറി. പട്ടിയാണെങ്കിൽ വെള്ളത്തിലെല്ലാം നോക്കുകയാണ് ശംഖ് എവിടെ പോയി. പക്ഷെ അത് കിട്ടിയില്ല. പൂച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിപ്പോയി. പട്ടിയെ കണ്ടാൽ അവൻ തന്നെ കടിച്ചു കീറുമെന്ന് പൂച്ചയ്ക്ക് തോന്നി. രണ്ടുപേരുടെ വളരെ കഷ്ടപ്പെട്ട് ശംഖ് കണ്ടുപിടിച്ചാണ് അപ്പൂപ്പനെ ഇത് വളരെ സന്തോഷമായിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോയത്. പൂച്ച സങ്കടപ്പെട്ട് ഒരു മരത്തിൻ്റെ മേലെ കയറി. അവിടെ ഒരു പൊത്തുണ്ടായിരുന്നു. അവൻ ആ പൊത്തിനകത്ത് കയറി ഇരിപ്പായി. അവൻ വിചാരിച്ച്, ഞാനിനി ഈ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നതേ ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നങ്ങ് ചത്തുപോയി കളയാം, ഇനി എങ്ങോട്ടും പോകണ്ട, കഷ്ടമായിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് ശംഖ് നഷ്ടപ്പെട്ടു പോയി, ഞാൻ അങ്ങനെ കരയരുതായിരുന്നു. പട്ടിയാണെങ്കിൽ അവിടെ എല്ലാം നോക്കി വെള്ളത്തിൽ കുറേ നേരം മുങ്ങി തപ്പിയിട്ടെങ്കിൽ ശംഖ് കിട്ടിയില്ല. അവസാനം അവൻ ഒരു വിധത്തിൽ കരയെ കയറി നടന്ന് അപ്പൂപ്പൻ്റെ വീട്ടിലെത്തി. അപ്പൂപ്പൻ ഇങ്ങനെ പട്ടിയൻ പൂച്ച നോക്കിയിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് രണ്ടുപേരെയും കാണുന്നില്ല. ഇപ്പം വന്നപ്പോൾ അപ്പൂപ്പന് വലിയ സന്തോഷമായി. അപ്പൻ ചോദിച്ചു, എന്തിയെ പൂച്ച എന്തിയെ? പട്ടി ഒന്നും മിണ്ടിയില്ല, എന്ത് പറയാനാ. അവന് വീടിൻ്റെ ഒരു മൂലയിൽ കയറി കിടന്നു. അപ്പൂപ്പനൊരു തുണി എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ ദേഹമൊക്കെ തുടച്ചിട്ട് അവന് നല്ല ചൂട് കഞ്ഞി വിളമ്പി കൊടുത്തു. അവൻ കഞ്ഞി കുടിച്ചു. പക്ഷേ പിറ്റേ ദിവസം അപ്പൂപ്പന് നല്ല പനി. അപ്പൂപ്പന് ജോലിയൊന്നും ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പം പട്ടിയും പട്ടിണിയായിരുന്നു, അപ്പൂപ്പനും പട്ടിണിയായിരുന്നു. എത്ര സുഭിക്ഷമായിട്ട് ആ ശംഖുള്ള കാലത്ത് കഴിഞ്ഞിരുന്ന എല്ലാം പോയി. പട്ടി വിചാരിച്ചു, ഇത്രയും കാലം അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്ക് എത്ര നന്നായിട്ട് ഭക്ഷണം തന്നുകൊണ്ടിരുന്നതാ, ഇനി ഈ അപ്പൂപ്പന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? അവൻ വിചാരിച്ചു. അവൻ സങ്കടപ്പെട്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങി നടന്നു. നദിക്കരയെ പോയിരുന്നു. അവിടെ നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ ശംഖ് കിട്ടണേന്നാണ് അവൻ്റെ പ്രാർത്ഥന. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ പട്ടി ക്ഷീണിച്ച് കരയിലിരിക്കുന്നു. അവർ പറഞ്ഞു, അയ്യോ നമ്മുടെ അപ്പൂപ്പൻ്റെ പട്ടിയല്ലേ, ഇത് എത്ര കാലം നമുക്ക് അപ്പൂപ്പൻ കഞ്ഞി തന്നതാ, അതിക്കിപ്പം വയ്യ എന്നൊക്കെ പറഞ്ഞാലും ഒരു കാലത്ത് വലിയ പണമൊന്നും വാങ്ങാതെ ഒട്ടും അത്യാഗ്രഹം ഇല്ലാത്ത അപ്പൂപ്പൻ നമുക്കൊക്കെ കഞ്ഞി വിളമ്പിയതല്ലേ, ഇവനൊരു മീൻ കൊടുത്തേക്കാം. അവർ നല്ലൊരു മീനെടുത്ത് പട്ടിയുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. പട്ടി വിചാരിച്ച് മീനെങ്കിൽ മീൻ. അവന് ആ മീനും എടുത്തുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുക്ക കൊണ്ടുപോയി അപ്പൂപ്പന് കൊടുത്തു. അപ്പൂപ്പൻ വിചാരിച്ചു, അയ്യോ എത്ര കാലമായി ഇച്ചിരി മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടിട്ട്, എന്തായാലും ചോറ് വെക്കാനൊന്നുമില്ല, പറമ്പിൽ ഇത്തിരി കപ്പ നിൽപ്പുണ്ട്, വേണമെങ്കിൽ ആ കപ്പ പുഴുങ്ങിയിട്ട് ഈ മീൻകറിയും കൂട്ടി കഴിക്കാം. അങ്ങനെ അപ്പൂപ്പൻ കപ്പയൊക്കെ മാന്തി അത് പുഴുങ്ങാനിട്ടു. അപ്പൂപ്പൻ പനി കൊണ്ട് വയ്യ, എന്നാലും അപ്പൂപ്പൻ ക്ഷീണിച്ച് വേച്ച് കപ്പ പുഴുങ്ങാനിട്ടിട്ട് ഈ മീൻ വെട്ടാൻ വേണ്ടി മുറ്റത്ത് കൊണ്ടുപോയി എടുത്ത് കത്തി കൊണ്ടൊന്ന് വെട്ടി. അതിൻ്റെ വയറങ്ങോട്ട് മുറിച്ചപ്പോൾ അതിലിരിക്കുന്നു അപ്പൂപ്പൻ്റെ ശംഖ്. അപ്പൂപ്പൻ ഇതിൽ പരം ഒരു സന്തോഷമില്ല. അപ്പോൾ വേഗം പട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദാമോനെ നമ്മുടെ ശംഖ് കിട്ടി. എന്നിട്ട് രണ്ടുപേരുടെ ആ ശംഖ് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുവച്ചു. അപ്പൂപ്പൻ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ഇച്ചിരി അരി കടം മേടിച്ചു. എന്നിട്ട് കലത്തിൽ അരിയിട്ടു, ശംഖ് ഇട്ടു. അപ്പോൾ നല്ല മണം വരുന്നു. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ മണം പിടിച്ച് പതുക്കെ വന്നു തുടങ്ങി. അപ്പൂപ്പൻ്റെ വീട്ടിൽ പഴയ കഞ്ഞി വന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും കഞ്ഞി കുടിക്കാൻ വന്നു തുടങ്ങി.
അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് പേരൊക്കെ കഞ്ഞി കൊടുത്തു. അടുത്ത ദിവസമായപ്പോഴേക്കും കൂടുതൽ ആൾക്കാർ വന്നു. അപ്പൂപ്പൻ വലിയ കലം മുറ്റത്ത് വെച്ച് അതിൽ കഞ്ഞി വെച്ച് ഈ ശംഖൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നപ്പം ഈ മണം ഇങ്ങനെ ഒഴുകി 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 നദിയുടെ കരയിലുള്ള മരത്തിൽ ചെന്നു. മരത്തിനകത്തെ പൊത്തിൽ പൂച്ച ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കായിരുന്നു. അപ്പോഴാണ് ഈ മണം വന്നപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലായി അപ്പൂപ്പന് ശംഖ് കിട്ടി. അല്ല, ഈ മണം വരത്തില്ല. അവൻ വേഗം ചാടി താഴെ ഇറങ്ങി ഓടി അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെന്നു. പട്ടി അവനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അങ്ങനെ നാട്ടുകാർക്കൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്ത് അപ്പൂപ്പനും പട്ടിയും പൂച്ചയും കൂടെ സുഖമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.